ടീച്ചർ, 1 സെക്കൻഡ്. എല്ലാവരും ഉണ്ടല്ലോ, എങ്ങട്ടാ? ഫുട്ബോളർ ആണല്ലേ? പ്രാക്ടീസ് ഇല്ലേ? നിൽക്കൂ ടീച്ചർ, ഞാനും വരുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിലേക്ക് വന്ന വഴിയാണിത്. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് വളരെ വളരെ മുമ്പ്. ഈ ഭാഗത്തുള്ള വീടുകളൊക്കെ എനിക്കറിയാം. അവിടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഉള്ള ആണുങ്ങളുണ്ട്. ഒറ്റയ്ക്ക് പോകുന്നവർക്ക് ആരെങ്കിലും ശല്യം ഉണ്ടാക്കിയാൽ, അല്ല നിങ്ങളല്ല, നിങ്ങൾ ചെയ്യില്ല, അല്പം കൈക്രിയ ചെയ്തോളാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ, മഴ വരുന്നതിന് മുമ്പ് വീട്ടിൽ പോയിക്കോളൂ. ടീച്ചർ നടന്നോളൂ. ആ താലപ്പൊലിപ്പാലയുടെ താഴെയല്ലേ ടീച്ചറെ വീട്? അതെ, അറിയൂ. ഇവിടെ എലിമെന്ററി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ കയറിയിട്ടുണ്ട്. മാഷ് എവിടെയാണ് താമസം? ഒരു പ്രശ്നമായിരുന്നു. പുഴയുടെ അക്കരെ ഒരു ചെറിയ വീട് കിട്ടി. ഈ വഴിക്ക്? ഓ, വെറുതെ. ആ പിള്ളേര് പിറകെ വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. ചുമ്മാ ഞാനും ഈ വഴിക്ക് നടന്നു, ടീച്ചർ പേടിക്കാതിരിക്കാൻ. ഇവിടത്തുകാരനാണ് മാഷെന്ന് ആരോ പറഞ്ഞല്ലോ. ഇവിടെ അടുത്തൊക്കെ തന്നെയാണ് ജനിച്ചതും വളർന്നതും. സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ല. ഞാൻ പഠിക്കാൻ തുടങ്ങിയത് തന്നെ ഒരു കഥയാണ്. കഥയോ? ഒരു പെൺകുട്ടിയുടെ പുസ്തകവും ചോറ്റുപാത്രവും എടുത്ത് തുണയ്ക്ക് വരും സ്കൂളിൽ. ശേഖരാ, ദേ ശേഖരാ, വീഴണ്ട കേട്ടോ. മാധവക്കുട്ടി പിന്നെ തിന്നോളൂ. അങ്ങനെ ക്ലാസ് വിടുവോളം പുറത്തിരിക്കും. എന്താടാ നിന്റെ പേര്? ശേഖരണ്ണ. ഈ പ്രായത്തിൽ 2 അക്ഷരം പഠിച്ചുവിട. സ്ലേറ്റും പുസ്തകം ഇല്ല. കയറിയിരുന്നോളൂ. സ്ലേറ്റും പുസ്തകവും വാങ്ങിച്ചു തന്നാ പഠിക്കുവോ? വൃത്തിയായി തിരുമ്മി കുളിച്ചു വരണം. പഠിച്ചു വലിയ ആളായപ്പോൾ ആ കുട്ടിക്ക് സന്തോഷമായിട്ടുണ്ടാവൂല്ലേ? അവൾ 5ൽ നിർത്തി. അവരെവിടെയാണ്? ഇപ്പോഴില്ല. എക്സ് മിലിറ്ററിക്കാർക്ക് ഇതിലും നല്ല പണി കിട്ടില്ലേ? ലോകത്തിൽ ഏറ്റവും നല്ല പണി ഇതാണെന്നാണ് എനിക്ക് തോന്നാറ്, പഠിപ്പിക്കൽ. ഒരിക്കൽ ഈ നാട്ടിൽ നിന്നകലെ എത്താവുന്നത്ര അകലെ പോണമെന്ന് തോന്നി. പട്ടാളത്തിൽ ചേർന്നു. നാടിനോട് അത്ര വെറുപ്പാണോ? അല്ല, ഭയങ്കര ഇഷ്ടം. പഠിക്കുന്ന കാലത്ത് ഞാനിവിടെയൊക്കെ വെറുതെ അലഞ്ഞു നടക്കുമായിരുന്നു, നാടിന്റെ ഭംഗി ശരിക്കും കാണാൻ. ടീച്ചറുടെ താലപ്പൊലിപ്പാലയുടെ ചോട്ടയത്ത് കാണുന്ന അസ്തമനത്തിന്റെ ഭംഗി ഞാൻ മറ്റൊരിടത്തും കണ്ടിട്ടില്ല. കുറെ നാടുകൾ തെണ്ടിയവനാണ് ഞാൻ. ഈ വഴിക്ക് കുട്ടികൾ വരുന്നുണ്ട്, അവരുടെ കൂടെ മടങ്ങിയാൽ മതി. ഇനി കുറച്ച് ദിവസത്തേക്ക് വിർണപ്പെട്ട അഭിമാനത്തിന്റെ പ്രശ്നം ഉണ്ടാവും നമ്മുടെ പോക്രികൾക്ക്. വഴി അവസാനിച്ചത് അറിഞ്ഞില്ല. ഗുഡ് ബൈ ടീച്ചർ.
വഴിക്ക് നിന്ന് എത്ര നേരമോ കഥകളിക്കാരെ പോലെ കൈയും കലാശവും കാട്ടിന്. നാണിയമ്മ മാത്രമേ കണ്ടുള്ളൂ. ഭാഗ്യം. ആളുകൾ കണ്ടാലെന്താ? മാധവിക്കുട്ടി ഒന്ന് വായിച്ചു നോക്കൂ. കത്താണോ? നേരിട്ട് പറയാൻ ധൈര്യം പോരാത്തവർക്കല്ലേ കത്ത്. വല്ല മാസികക്കാർക്കും അയച്ചാലോ എന്ന് വിചാരിച്ചു. ആദ്യത്തെ വിഷയത്ത് മാധവിക്കുട്ടി വായിച്ചിട്ടാവട്ടെ എന്ന് തോന്നി. ഞാനോ? അച്ഛൻ പറയാറുള്ള പോലെ ദുഷ്ടവിചാരമേ ഉള്ളൂ എഴുതിയാളുടെ മനസ്സിൽ. ദുഷ്ടവിചാരല്ല. എല്ലാ നായകന്മാർക്കും ഈ ഘട്ടത്തിൽ അല്പ ഉന്മാദം കാണും. കവിതയിലും അത് പകരും. എസ്റ്റേറ്റുകാർക്ക് അയച്ച ഹർജി എന്തായി? ഒന്നിനും മറുപടിയില്ല. മടുത്തു. വണ്ടി കയറി വല്ല അന്യനാട്ടിലും പോയാലോ എന്ന് ആലോചിക്ക. അത്ര മടുത്തു പോയോ? നാടും ആളുകളും. വല്ലപ്പോഴും വഴിവക്കിൽ വീണ് കിട്ടുന്ന ഒരു ചിരി, ഒരു വാക്ക്, അടുക്കള മുറ്റത്തേക്ക് ആംഗ്യം കൊണ്ട് സന്ദേശമയക്കാൻ മണിക്കൂറുകളോളം വേലിപ്പടപ്പിലുള്ള കാത്തുനിൽപ്പ്. ഇതിനൊരു അവസാനമുണ്ടോ എന്തോ അറിയില്ല. ഞാൻ എന്തൊക്കെയോ പ്രാർത്ഥിക്കാറുണ്ട്. ഈശ്വരന്മാർക്ക് ന്യായമുണ്ടാവട്ടെ. മനുഷ്യർക്ക് അല്പം ദയ തോന്നിയാലും മതി. ഒരു ജോലി, ഒരു ചെറിയ കുടുംബം പുലർത്താനുള്ള വരുമാനം. പിന്നെ എനിക്കറിയാൻ വേണ്ടതൊക്കെ. സന്ധ്യക്ക് ഞാൻ വാഴാവിൽ പോകുന്നുണ്ട്. വേണമെങ്കിൽ അവിടുന്ന് കുളിച്ച് തൊഴുതോളൂ. വാഴാവിൽ സരസ്വതിയാണ് പ്രതിഷ്ഠ. എഴുത്ത് നന്നാവും. നിൽക്കൂ. ഇപ്പൊ തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഞാൻ പോട്ടെ. അങ്ങനെ കൊടലിന്റെ മടക്ക്. എന്തൊക്കെയാ കിടപ്പന്നാരെ? ഒരു മാറ്റവും ഇല്ലല്ലോ. എന്ത് മാറ്റം? വന്നു എന്നറിഞ്ഞു. ഉണ്ണാൻ പോകാറില്ലേ? കാപ്പി കഴിക്കും. ചെക്കന്മാരെ കൊണ്ട് തെറ്റു പറയിപ്പിച്ചത് അസലായി. അവരുടെ കൂടെ ചേർന്ന് നമ്മുടെ ഉണ്ണി നാശമായി. ഉണ്ണി? നമ്മുടെ മാധവിക്കുട്ടിയമ്മയുടെ മകൻ ഉണ്ണികൃഷ്ണൻ. മാധവിക്കുട്ടിയമ്മ മരിച്ചു. അറിഞ്ഞിരുന്നു. അതിന്റെ ഒരു നിർഭാഗ്യം. മകൻ ശങ്കരൻകുട്ടിയുടെ കൂടെ? മുത്തച്ഛന്റെ അടുത്താ. ഉള്ളതെല്ലാം 2 കൊല്ലം കൊണ്ട് കുളം കോരില്ലേ. പിന്നെ ആയമ്മയുടെ ഓഹരി എന്ന് പറഞ്ഞു വന്നപ്പോഴാ തന്തപ്പടി ഉണ്ണിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശങ്കരൻകുട്ടിയെ അടുത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ? ഇല്ല. ബോധമുള്ള നേരമില്ല. അവരവരുടെ കുട്ടിയല്ലേ. ഒരു കുപ്പായത്തിന്റെ ശീല, പുസ്തകം വാങ്ങിക്കാൻ ഒരു 5 രൂപയുടെ കാശ്. കാരണവര്? ഓ, നല്ല ആരോഗ്യം. 24 എരിയുടെ ചോറുണ്ട്. ദേവികമ്മയുടെ ഭർത്താവ് പെർഷ്യന്ന് കാശ് അയക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല.
അവരുടെ കുട്ടിയെ കൊണ്ടുവരിക കൊണ്ടാക്കുക, ഇതാ നമുക്ക് ഉദ്യോഗം. വണ്ടിയും കാളയും മാറി കാറായി. അഭിവൃദ്ധി തന്നെ കളപ്പന്നാർക്കും. ഏയ്, ശേഖരന്റെ അമ്മ പറയാറുള്ളതാണ് ഇപ്പോഴും ഓർമ്മ. വല്ലവന്റെയും വടക്കോർത്ത് കഴിയണോന്ന് ജനിക്കുമ്പോഴേ തലയിൽ എഴുതിയിട്ടുണ്ടാവും ചിലർ.